നമസ്കാരം. മഴക്കെടുതിയുടെ ഒരു സങ്കട കാഴ്ച ഞാൻ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുകയാണ്. മഴ പെയ്തതിനു ശേഷം ഒരു വലിയ കല്ല് വീണ് ഒരു വീട് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. നമുക്ക് ആ വീടിന്റെ അവസ്ഥ ഒന്ന് കണ്ടിട്ട് വരാം. ഒരു മഴ കൊണ്ടുപോയത് ഒരു നിർധന കുടുംബത്തിന്റെ സ്വപ്ന ഭവനം. ഇതാണ് മലപ്പുറം എഴുതിക്കോട് പുതുപ്പറമ്പിലെ മെക്കാനിക് സലീമിന്റെ വീട്. ഗ്രാമപഞ്ചായത്തിന്റെ സഹായമായി ലഭിച്ച 2 ലക്ഷം രൂപയും ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങളും വിറ്റ് നിർമ്മിച്ച കൊച്ചു വീട് ഇപ്പോൾ ഏത് നിമിഷവും നിലം പൊത്തും. വീടിന് പിറകിൽ മണ്ണെടുത്ത ഭാഗത്തു നിന്നുള്ള കൂറ്റൻ കല്ല് വീടിന് മുകളിലേക്ക് പതിച്ചതാണ് ദുരന്തത്തിന് വഴിവെച്ചത്. 2 കിടപ്പുമുറി, അടുക്കള, ഹാൾ, സിറ്റ് ഔട്ട് അടങ്ങുന്നതായിരുന്നു വീട്. ഭാര്യ ഫാത്തിമ സുഹറ, മക്കളായ സൽന ഫർവ, സൽഷ ഫർഹ, മുസയൻ എന്നിവരടങ്ങുന്നതാണ് കുടുംബം. ഒറ്റത്തെങ്ങിൽ വർക്ക്ഷോപ്പ് ജീവനക്കാരനായ സലീം 10 വർഷം മുമ്പാണ് കാരാട്ടങ്ങാടി പാറക്കടവിൽ 5 സെന്റിന്റെ സ്ഥലം വാങ്ങി വീട് വെക്കുന്നത്. അപകട സാധ്യതയുള്ളതിനാൽ നിലവിലെ ഭൂമിയിൽ പുതിയ വീട് നിർമ്മിക്കാനും ഭൂമി വാങ്ങി മറ്റൊരു വീട് വെക്കാനും നിർധന കുടുംബത്തിന് സാധിക്കില്ല. അങ്ങനെ താമസിക്കാനുള്ള ഒരു നിവൃത്തിയില്ല. വീടുണ്ടാക്കാനുള്ള ഭർത്താവുണ്ട്, 3 കുട്ടികളുണ്ട്. ചേർത്തുനിന്നൊക്കെ സഹായം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. സമീപത്തെ കുടുംബ വീട്ടിലാണ് ഇവർ കഴിയുന്നത്. വീണ്ടും കല്ലുകൾ താഴേക്ക് പതിച്ചാൽ സഹോദരങ്ങളുടെ ഈ വീടിനും കേടുപാടുകൾ സംഭവിക്കുമോ എന്ന ആശങ്കയിലാണ് കുടുംബം. തകർന്ന വീട് പൊളിച്ചു നീക്കിയില്ലെങ്കിൽ അതും വലിയൊരു ദുരന്തത്തിനും വഴിവെക്കും. സംഭവത്തെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫസലുദ്ദീൻ തയ്യിൽ, റവന്യൂ ഉദ്യോഗസ്ഥർ, മറ്റു ജനപ്രതിനിധികൾ, പോലീസ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. വിഷയത്തിൽ അധികൃതരുടെ ഭാഗത്തുനിന്നും സഹായങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കൈക്കുഞ്ഞടക്കമുള്ള കുടുംബം.